സുപ്രഭാതത്തോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അനിഷേധ്യനായ അധ്യക്ഷൻ നൂറിൻ്റെ നായകൻ സെയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും സമസ്ത സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഒരു കുറ്റമോ കുറവോ ഇല്ലാതെ അതിനെ കോർഡിനേറ്റ് ചെയ്ത വിദ്യാഭ്യാസ ബോർഡിൻ്റെ ജനറൽ മാനേജർ കൂടിയായിട്ടുള്ള കെ മോയിൻകുട്ടി മാസ്റ്ററുമാണ് ഇന്ന് സുപ്രഭാതത്തോടൊപ്പം ഈ ഒരു വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ചേരുന്നത്. ഇതൊരു അഭിമുഖമല്ല, മറിച്ച് ഒരു സന്തോഷം പങ്കുവെക്കുന്ന ഒരു ഹൃദ്യമായ സംഭാഷണമായിട്ടാണ് ഇതിനെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നത്. രണ്ടുപേർക്കും സുപ്രഭാതത്തിൻ്റെ ഈ ഒരു സംഭാഷണത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. താങ്കളുടെ പെരുന്നാൾ ഓർമ്മകളാണ് അതിലൂടെ അങ്ങ് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. താങ്കളുടെ ഒരു പെരുന്നാൾ ഓർമ്മകളൊക്കെ എങ്ങനെയാണ്? ഈ പെരുന്നാൾ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ എപ്പുണ്ടായ ഓർമ്മകളാണ് വേണ്ടി. ഇനി നമുക്ക് ഒരു കുട്ടിക്കാലത്തെ ഓർമ്മകളിലേക്ക് പോകാം. ഇങ്ങനെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ ഇങ്ങനെ തുടങ്ങിയാല് ഇപ്പൊ 68 വയസ്സായില്ലേ, അപ്പൊ ഒരു 68 കൊല്ലത്തെ പെരുന്നാളിന്റെ അനുഭവങ്ങളും അതിന്റെ ഓർമ്മകളൊക്കെ പറയേണ്ടി വരും. ഏതായാലും ചെറുപ്പകാലങ്ങളിൽ ഉണ്ടായ പെരുന്നാളിന്റെ അനുഭവങ്ങളും അതിന്റെ അവസ്ഥകളും അതിൻ്റെ ശേഷം ഉണ്ടായതും തമ്മിലൊക്കെ ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഉണ്ടായതും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. അന്ന് പ്രധാനമായിട്ടും ഈ പെരുന്നാൾ എന്നുള്ളത് ഒരു മനുഷ്യ സ്നേഹം ഇവിടെ ഊട്ടിയുറപ്പിക്കാനും, പ്രത്യേകിച്ച് കുടുംബങ്ങളും ബന്ധുക്കളും തമ്മിലുള്ള സ്നേഹവും അവർ തമ്മിലുള്ള ഈ ഐക്യമൊക്കെ ഉണ്ടാക്കി തീർക്കാനും ഉപകരിക്കണ നിലക്കുള്ള പെരുന്നാൾ അനുഭവങ്ങളായിരുന്നു ഏറ്റവും എൻ്റെ കുട്ടിപ്രായത്തിലൊക്കെ ഉണ്ടായിരുന്നത്. കാരണം അന്ന് അയൽവാസികളെയും കുടുംബക്കാരെയും മറ്റുള്ള എല്ലാവരുടെ വീട്ടിലും പോയി അവിടെ നിന്നൊക്കെ ചെറിയ ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ അധിക ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ആ സൗഹാർദ്ദവും സ്നേഹവും കുടുംബ ബന്ധം അല്ലെങ്കിൽ മനുഷ്യബന്ധമൊക്കെ ഒന്നും കൂടി ഊട്ടി ഉറപ്പിച്ച്, പ്രത്യേകിച്ച് മുസ്ലിം സുഹൃത്തുക്കൾ നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, അവർ പെരുന്നാൾക്ക് അവരെ ഓണത്തിനും വിഷുവിനൊക്കെ നമ്മൾ അങ്ങോട്ട് കാഴ്ചകൾ നൽകണത് പോലെ നമുക്ക് കാഴ്ചകളായിട്ട് പഴങ്ങളോ മറ്റൊക്കെ അവർ കൊടുന്നേരും. ആ നിലക്ക് ഒരു ഉള്ള ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഈ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആ ലക്ഷ്യം അന്ന് പൂർണ്ണമായിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം പെരുന്നാൾ ദിവസം എന്നുള്ളത് വളരെ പുണ്യമായ ദിവസമാണ്. ആ ദിവസത്തിന് എനിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ ദിവസം ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണം. അന്ന് പ്രത്യേകമായി കൽപ്പിക്കപ്പെട്ട ഇബാദത്താണ് പെരുന്നാൾ നിസ്കാരം. അതിനോടനുബന്ധിച്ച് അതിൻ്റെ ഖുത്ബ എന്നൊക്കെ പറയുന്നത്, പെരുന്നാൾ ദിവസം അതിൻ്റെ തക്ബീറുകൾ. അപ്പോൾ ഇതൊക്കെ അന്ന് കുട്ടിപ്രായത്തിലൊക്കെ ഇരുത്തി, പിന്നെ നമ്മളെ കൊണ്ടൊക്കെ കുടുംബത്തിലുള്ള മുതിർന്നവർ, വാപ്പൻ്റെ ഉമ്മയെ അല്ലെങ്കിൽ വാപ്പയോ ഒക്കെ, അപ്പൻ്റെ വാപ്പ ചെലിപ്പിച്ചത് നമുക്ക് ഓർമ്മയില്ല, വാപ്പാൻ്റെ ഉമ്മയൊക്കെ ഇരുന്നിട്ട് നമ്മളെ കൊണ്ടൊക്കെ തക്ബീർ ചെല്ലിപ്പിച്ചു കൊണ്ടിട്ടും ഈ സംഗതികൾക്കൊക്കെ വേണ്ടി പ്രത്യേക അന്നൊരു എണ്ണയച്ച് കുളിപ്പിക്കലൊക്കെ ഉണ്ട് കുട്ടികൾ പെരുന്നാളിന്. എണ്ണയച്ച് കുളിപ്പിച്ചിട്ട് പിന്നെ അത് കുളിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൽ അന്ന് തറവാട് വീട്ടിൽ കുളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുളം അത് പിന്നെ കുണ്ടൂരായിരുന്നു. അത് കൊടിഞ്ഞിന്ന് വല്യപ്പ മാറി താമസിച്ചത് ചെറുമുക്കിലേക്കായിരുന്നു. ആ ചെറുമുക്കിൻ്റെയും കുണ്ടൂരിൻ്റെയും ഇടയിലുള്ള ഒരു വലിയ വയലൊക്കെ ഉള്ള സ്ഥലമുണ്ട്. അതിൻ്റെ സമീപത്തായിട്ടിരുന്നു അന്ന് നമ്മളെ തറവാടുണ്ടായിരുന്നത്. നമ്മളെ തറവാടെന്ന് പറഞ്ഞാൽ വല്യപ്പ പിന്നീട് മാറി താമസിച്ചത്. അപ്പോൾ അവിടെ അന്ന് നമ്മളെ കുളത്തിൽ ആരെങ്കിലും കൊണ്ടുപോയി കുളിപ്പിക്കും. എന്നിട്ട് പള്ളിയിൽ പുതിയ ഡ്രസ്സുകളൊക്കെ, അന്ന് പുതിയ ഡ്രസ്സൊക്കെ അണിയാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമാണ്. കാരണം ഡ്രസ്സ് കിട്ടൂലല്ലോ, ആകെ 1-2 ഡ്രസ്സുകളേ ഉണ്ടാവുള്ളൂ. ഇന്നത്തെ പോലെ 10-15 ഡ്രസ്സുകളൊക്കെ അവിടെ എടുത്തി. അപ്പം അന്ന് അതൊക്കെ ധരിച്ച് പള്ളിയിൽ കൊണ്ടുപോയി, പിന്നെ കുടുംബത്തിൽപ്പെട്ട വലിയ പ്രായമുള്ളവരും അല്ലാത്തവരൊക്കെ
ചടക്കത്തിന് മിഠായിക്ക് എന്നൊക്കെ പറഞ്ഞ് അതൊന്നും നടക്കുന്നുണ്ട്. പിന്നെ അന്ന് വേറെ സമ്പ്രദായം ഉണ്ടായിരുന്നു, നമ്മളൊന്നും പോണില്ലെങ്കിലും കുട്ടികളൊക്കെ പെരുന്നാൾ പൈസ എന്ന് പറഞ്ഞിട്ട് വരും. ഇപ്പം ഇവിടെ കുറച്ച് മുമ്പ് സക്കാത്ത് പൈസ എന്നിട്ട് കുറേ കുട്ടികളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ ആരെ മക്കളാന്ന് ചോദിച്ചു. കഴിവുള്ളവരെ മക്കളാണെങ്കിൽ നിങ്ങൾക്കൊന്നും തരാൻ പറ്റില്ല, നിങ്ങളേതായാലും മിഠായി വാങ്ങാനും പിന്നെ ചടക്ക വാങ്ങാനൊക്കെ വാടകയ്ക്ക് കൊണ്ടുപോയി അങ്ങനെ കൊടുത്തു. അപ്പോൾ ആ നിലയ്ക്ക് നമ്മളൊന്നും പോയില്ലെങ്കിലും നമ്മളെ സുഹൃത്തുക്കളൊക്കെ അന്ന് ഇങ്ങനെ എല്ലാ വീടുകളിലും വന്ന് പെരുന്നാൾ പൈസ എന്ന് പറഞ്ഞ് വാങ്ങും. അങ്ങനെ വാങ്ങി കൊണ്ടുപോകണം നമ്മൾ. അത് ആ സ്വഭാവം അറബ് രാജ്യങ്ങളിലൊക്കെ ഉണ്ട്, നമ്മളിവിടെ മാത്രമല്ല, അറബ് രാജ്യങ്ങളിലൊക്കെ ആ സ്വഭാവങ്ങളുണ്ട്. അപ്പോൾ എല്ലാ രാജ്യങ്ങളിലും മൊത്തത്തിൽ കുട്ടികളൊക്കെ പെരുന്നാളിന് വന്ന് പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു പൈസയൊക്കെ കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് വിടുന്ന ഒരു സ്വഭാവങ്ങൾ മുമ്പുണ്ടായിരുന്നു. അതൊക്കെ അന്നത്തെ പെരുന്നാളിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. താങ്കളുടെ ഉപ്പയുടെ ഒരു കാലഘട്ടവും ബന്ധമൊക്കെ എങ്ങനെയായിരുന്നു? പിതാവിനെ കുറിച്ച് പിതാവ് എന്ന് പറഞ്ഞാൽ ഒരു മതത്തിനും രാഷ്ട്രീയത്തിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു. അതിൻ്റെ ഒരു പ്രാദേശിക നേതാവ് എന്ന് പറയാൻ, അല്ലെങ്കിൽ നിയോജക മണ്ഡല നേതാവ് എന്നൊക്കെ പറയാം. അപ്പോൾ അതിൽ സജീവമായിക്കൊണ്ടുള്ള പ്രവർത്തനം എന്ന് വാപ്പാക്ക്. അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ അന്ന് ഒരുപാട് നമ്മൾ അന്ന് ചെറുമുക്കിലായിരുന്നു താമസം. വാപ്പ കണ്ട് ചെറുമുക്കുമായി താമസിക്കും തറവാടുന്നു. അപ്പോൾ കുറേ ആളുകൾ വരും, പല കേസുകളെ മദ്യങ്ങളുണ്ടാവും, മനസ്സിലായില്ലേ? അങ്ങനെയുള്ളൊരു പിന്നെ ആളായിരുന്നു വാപ്പ. സജീവ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. അതോടുകൂടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വേണ്ടി പ്രവർത്തിച്ചതിന് അതിൻ്റെ ഒരു നിയോജക മണ്ഡല സ്ഥാനത്തിലൊക്കെ പ്രവർത്തിക്കുന്ന നാട്ടിലെ മദ്രസക്കും പള്ളിക്കൊക്കെ വേണ്ടി പ്രവർത്തിച്ചതിന് ആളായിരുന്നു വാപ്പ എന്നുള്ളത്. നമ്മൾ സമസ്തയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് കൂടി വരുമ്പം ഞാൻ മാഷിലേക്കൊന്ന്, മാഷങ്ങനെ സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡ് ജനറൽ മാനേജർ, ഈ സമ്മേളനത്തിന്റെ A to Z, അത് ഞാനൊരു അഭിനന്ദനം കൂടി പറയാണ്. കാരണം ഒരെണ്ണയിട്ട യന്ത്രം പോലെ നമ്മുടെ സംഘടനാ സംവിധാനങ്ങളെല്ലാം കൃത്യമായിട്ട് ചലിച്ചൊരു സമ്മേളനം. ഒരു പരാതിയോ ഒരു പ്രശ്നമോ ഈ ഒരു 1.5 വർഷക്കാലം നീണ്ടു നിന്നൊരു പ്രവർത്തനത്തിൽ നമുക്ക് ഉണ്ടായിട്ടില്ല. മാഷിന്റെ സമസ്തയിലേക്കുള്ളൊരു വരവ് എങ്ങനെയാണ്? സംസ്ഥയിലേക്ക് വരവെന്ന് പറഞ്ഞാൽ, ഞാൻ വിദ്യാർത്ഥിയായി കൊണ്ടിരിക്കുമ്പോൾ തന്നെ SKSF 89 കാലഘട്ടത്തിൽ SKSF രൂപീകരിച്ചു. ആ സന്ദർഭത്തിൽ തന്നെ സമസ്തയിൽ പ്രവർത്തകനായി വന്നു. അങ്ങനെ SKSFിൻ്റെ സ്റ്റേറ്റ് ഭാരവാഹിത്വമുണ്ടായി. അതിനുശേഷം SYSൽ വന്നു. അങ്ങനെ റിട്ടയർഡ് ആണെന്നവരാണ് 2015 സമസ്ത വിദ്യാഭ്യാസ ബോർഡിൻ്റെ മാനേജറായി. അന്ന് ബഹുമാനിയ കോട്ടുമല ബാപ്പു ഉസ്താദ് അങ്ങനെ പറയുന്നു, ഒന്ന് മാനേജർ സ്ഥാനത്തേക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഉസ്താദന്മാരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് അന്ന് മാനേജറായി 10 വർഷം പിന്നിട്ടു. അൽഹംദുലില്ലാ. പിന്നെ ഈ സമ്മേളനത്തിൻ്റെ പ്രത്യേകത സയ്യിദുൽ ഉലമ ഇതിൻ്റെ ചെയർമാനായി ആവശ്യമായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും പ്രചോദനം നൽകി. ഇൻഷാ അല്ലാഹ് ഒരു ചരിത്ര സംഭവമായിട്ടുള്ള ആ ഒരു സമ്മേളനത്തിൽ നമ്മളൊക്കെ നമ്മുടേതായ എളിയ സേവനം ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായി. എല്ലാവരും പ്രശംസിക്കപ്പെട്ട ഒരു സമ്മേളനമായിരുന്നു. അതിന് ഒരു കോർഡിനേറ്റർ എന്നുള്ളവർക്ക് സേവനം ചെയ്യാൻ കഴിഞ്ഞതിൽ വലിയൊരു സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഉസ്താദന്മാരുടെ ഒക്കെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഒരു സന്തോഷം. അൽഹംദുലില്ലാ. ഈ 100ാം വാർഷിക സമ്മേളനം നമ്മളൊക്കെ കരുതിയതിനേക്കാൾ വലിയൊരു വിജയമായിട്ട് മാറി. ഇപ്പം ഒരു സമ്മേളനമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ ജനക്കൂട്ടത്തെയും നമ്മുടെ പ്രമേയം അവിടെ തന്നെ കേട്ടെ, 100ാം വാർഷികം നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ വലിയതായിട്ട് അത് വിജയിച്ചല്ലോ. അതിലിപ്പോൾ മാഷ് പറഞ്ഞല്ലോ, മാഷ് സംസ്ഥയ്ക്ക് വന്നു. പിന്നെ അത് മാത്രമല്ല, മാഷെ പോലത്തെ നമ്മുടെ പ്രവർത്തകരെയും നേതാക്കന്മാരെയും ഒക്കെ ഇഖ്ലാസോട് കൂടിയുള്ള പ്രവർത്തനം, അതാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാഷ് ഉറക്കം ഊണുമില്ലാതെ പിന്നെ സ്വന്തം ശരീരം മറന്നുകൊണ്ടിട്ട് ആത്മാർത്ഥമായിട്ട് ഓടിച്ചാടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിന് അങ്ങോട്ടോടി അങ്ങോട്ടോടി, മനസ്സിലായില്ലേ? ഒരുപാട് പ്രയാസങ്ങൾ മാഷ് അനുഭവിച്ചിട്ടുണ്ട് ആ യാത്രയിലൊക്കെ. ശാരീരികമായിട്ടൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാവുമല്ലോ, ഉറക്കൊഴിച്ച ദിവസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാഷ് ഈ സംഘടനയോടുള്ള കൂറും പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ആത്മാർത്ഥതയും അള്ളാഹുവിൻ്റെ വജീഹിന് വേണ്ടി ചെയ്യാന്നുള്ള ഒരു കാര്യം ഉണ്ടായപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് വിജയിപ്പിച്ചു കൊടുത്തു. അപ്പോൾ അതേപോലെയുള്ള ഇഖ്ലാസും ആത്മാർത്ഥ്യവും ഒക്കെ നമ്മളെ പണ്ഡിതന്മാർക്കും നമ്മോടൊപ്പം നിൽക്കുന്ന പ്രമുഖരാകുന്ന മറ്റ് വ്യക്തിത്വങ്ങളുണ്ടാവും അവർക്ക്, അതായത് നമ്മൾ ഉമറാകുന്നോ അതല്ലെങ്കിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ എന്നൊക്കെയാണ് പഴയ സമസ്തൻ്റെ ഇതിൽ അവരെ പറ്റി വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത്.
അങ്ങനെ നമ്മളെ പഴയ രേഖകളിലൊക്കെ അങ്ങനെയുള്ളത്. അങ്ങനത്തെവർക്കൊക്കെ ഉള്ള ആത്മാർത്ഥതയോടെ പിന്നെ അതിൻ്റെ എല്ലാം പുറമെ നമ്മളെ പ്രവർത്തകർ, പ്രത്യേകിച്ച് നമ്മളെ സംഘടനകൾ, ഉപസംഘടനകൾ, ആ ഉപസംഘടനകൾ പ്രവർത്തിക്കുന്ന പലരും ഇപ്പോൾ വികായാമിനെ പോലത്തെ നമ്മുടെ പിന്നെ പ്രവർത്തകർ, ഇവരൊക്കെ വളരെ ഒറ്റ മനസ്സോടു കൂടി പ്രവർത്തിച്ചു. എല്ലാവരും ഒരേ മനസ്സോടു കൂടി, എല്ലാവരെയും ഒരു മനസ്സിലുള്ളത് സമ്മേളനം വിജയിക്കണമെന്ന് മാത്രമായിരുന്നു. അതിനുവേണ്ടി എന്ത് ത്യാഗം ചെയ്യാമെന്ന്. അപ്പോൾ ആ നിലക്ക് പ്രവർത്തിച്ചു. അതോടുകൂടി മാഷ് അതിനെ കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, ആ ഇഖ്ലാസൊക്കെയാണ് ഇതിൻ്റെ വിജയത്തിനുള്ള ഏറ്റവും പ്രധാനമായ കാരണം. ഈ കുറേ കാലം ആളുകൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു സംഭവമാണ് ഈ 100ാം വാർഷിക സമ്മേളനം വരാൻ പോകുന്നു. ഇപ്പൊ സമ്മേളനം കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മുടെ പ്രവർത്തകരെ ഇനി എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത് സമസ്തയുടെ ഭാഗത്ത് നിന്ന്? ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, സമസ്ത നിർദ്ദേശിക്കുന്നതായ പൂർണ്ണമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാന്റെ മുഷാവറക്ക്, ആ മുഷാവറിൻ്റെ എല്ലാ തീരുമാനങ്ങളും മുഷാവറിൻ്റെ നിർദ്ദേശങ്ങൾക്കൊക്കെ പൂർണ്ണമായി അനുസരിച്ച് നിൽക്കണം. അത് ഏത് ഉപസംഘടനകളാണെങ്കിലും ആ ഉപസംഘടനകൾക്ക് വേണ്ടതാണ്. ആ തീരുമാനങ്ങളും ആ നിർദ്ദേശങ്ങളും ആ ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കാൻ തയ്യാറാവണം. അത് ചെറുതാവലല്ലല്ലോ. അപ്പോൾ ചിലർക്കൊക്കെ തോന്നും അത് ചെറുതാവലാണോ എന്ന്. അപ്പോൾ അത് ചെറുതാവലല്ലത്, അത് വലുതാവലാണത്. അപ്പോൾ ആ നിലക്ക് പൂർണ്ണമായി അനുസരിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഇനിയുമുള്ള പുതിയ പല സന്ദേശങ്ങളും പ്രവർത്തന മേഖലയിലുള്ള ആവശ്യമാവുന്ന കാര്യങ്ങളൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനിക്കുന്നതനുസരിച്ച് അതിലെന്താണ് വേണ്ടത്, ഈ കാലഘട്ടത്തിലൊക്കെ എല്ലാവരും അതിൽ പൂർണ്ണമായി പങ്കെടുക്കുകയും അവരൊക്കെ പ്രാതിനിധ്യം ഉണ്ടായതുപോലെ വരും കാലങ്ങളിലും പ്രവർത്തകരിൽ നിന്നും നേതാക്കന്മാരിൽ നിന്നും പ്രമുഖരാകുന്ന വ്യക്തികളിൽ നിന്നും പണ്ഡിതന്മാരിൽ നിന്നൊക്കെ ആ നിലക്കുള്ള സഹകരണം ഉണ്ടാവണം. പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടതാണ്. ഞാൻ അതിൻ്റെ തുടക്കത്തിനേ ആവശ്യമുള്ളൂ. അത് ഞാൻ അടുത്ത് തുടങ്ങുകയും ചെയ്യും. ഒരുപാട് പ്രതിസന്ധികൾക്കിടയിലായിരുന്നു, പ്രത്യേകിച്ച് സംഘടനക്കകത്ത് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും വാർത്തകൾ നിരന്തരം സമസ്തയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം. ഇതിനൊക്കെ ഇടയിലാണ് ഈ ഒരു സംഘാടനം നമ്മൾ പൂർത്തീകരിക്കുന്നത്, എല്ലാവരെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോകുന്നത്. ഈ ഘട്ടത്തിൽ അനുഭവിച്ചൊരു വലിയ പ്രയാസം എന്തായിരുന്നു? കാരണം ഇതൊക്കെ മറികടക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ബാലികറാമല കൂടിയാണല്ലോ. പ്രയാസം ഇപ്പോൾ മാസ്റ്റർക്കാൻ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, പിന്നെ ഇപ്പൊ നമുക്കും ഉണ്ടായിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? പ്രയാസങ്ങൾ വിഷയമല്ല. അപ്പൊ തങ്ങളെ സംബന്ധിച്ച് നമ്മള് പലരും പറയണ്ട്, ഈ ഒരു ഘട്ടത്തിൽ അൽഹംദുലില്ലാഹ് ഇതിന് ഇത്രയും വളരെ ആർക്കും ഒരു പരിഭവമില്ലാതെ ഈ നേതൃത്വം നൽകി ഇതിനെ മുന്നോട്ട് നയിച്ചു എന്നുള്ളത് എല്ലാവരും അത്ഭുതപ്പെടുന്ന സംഗതിയാണ്. വേറെ ആരാണെങ്കിൽ അത് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. നമുക്ക് ഇതില് ഒരു വാശിയൊന്നുമില്ല, ആരെങ്കിലും ഒഴിവാക്കണം എന്ന് അങ്ങനത്തെ ഒന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് മാസ്റ്റർക്ക് ഇതിന്റെ പ്രോഗ്രാം നോട്ടീസ് പല പ്രാവശ്യം ആവർത്തിച്ച് നോക്കി, അതിൽ ഉൾക്കൊള്ളിക്കേണ്ടവരെ മുഴുവൻ ഉൾക്കൊള്ളിച്ചിരുന്നു. എന്നാലും ചില പോരായ്മകളൊക്കെ ഉണ്ടാവുക, അതൊക്കെ പല സമയത്തും അതിന് തിരുത്തപ്പെട്ടുകൊണ്ടിട്ട് അത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ നമ്മൾ ഒരു വലിയ സംഘടനയാവുമ്പോൾ എപ്പോഴും അതിന് എതിരാളികളും വിമർശകരൊക്കെ ഉണ്ടാവും, ശത്രുക്കളൊക്കെ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ദീനിൻ്റെ സംഘടന ആയതുകൊണ്ടിട്ട് അതിന് നേതൃത്വം നൽകണ അതിന് നേതൃസ്ഥാനത്തിലുള്ളത് കൊണ്ട് നമുക്കൊരു ആത്മവിശ്വാസമുണ്ട്. മഹാന്മാരാവുന്ന ആളുകൾ, മുൻഗാമികൾ നമ്മളോട് പറഞ്ഞു തന്നതുപോലെ ഈ സംഘടനയെ മഹാന്മാരാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരിതിനെ നയിക്കും, അവരിൽ നിന്നുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മൾക്കുണ്ടാവും. അവരാ തിയറി അനുസരിച്ച് പോയാൽ, അപ്പോൾ അവരാ തിയറിയിൽ നിന്ന് നമ്മൾ ഒരിക്കലും ഇതായിട്ടില്ല, വ്യതിചരിച്ചിട്ടില്ല. അത് നിങ്ങൾക്കൊക്കെ 1200 എത്ര പേജുണ്ട് നമ്മൾ ആ പുസ്തകം, ചരിത്ര പുസ്തകം 1000 പേജുള്ള ആ ചരിത്രരേഖ പരിശോധിച്ചാൽ മനസ്സിലാവും സമസ്തൻ്റെ സമ്മേളനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു. ആ സമ്മേളനങ്ങളിൽ ആരൊക്കെ ആരൊക്കെ ആണ് അതിൽ ഇതായിട്ടുള്ളത്, പ്രതിനിധാനം ചെയ്തിട്ടുള്ളത്, ആരൊക്കെ സാന്നിധ്യം ഇതുണ്ടായിരുന്നത്, അവർക്കൊക്കെ എന്തെല്ലാം നൽകിയത് അവരതിൽ പ്രവർത്തിച്ച് അതുമായി സഹകരിച്ചത്, അങ്ങനെ തുടങ്ങി സമസ്തനോട് ബന്ധപ്പെട്ട A to Z വരെ ഈ കാലയളവിലുള്ള എല്ലാം ഒപ്പിയെടുത്ത ഒരു പുസ്തകമാണ്. അപ്പോൾ അത് നമുക്ക് അത് പഠിക്കാണ്ട് അതിൽ നമുക്ക് സമസ്തൻ്റെ പാരമ്പര്യം, സമസ്തൻ്റെ പൈതൃകവും
സമസ്തൻ്റെ പിന്നെ പ്രവർത്തന മേഖലയൊക്കെ എങ്ങനെയാണെന്നുള്ളത് അത് നോക്കിയാൽ മനസ്സിലാവും. അതിൻ്റെ ഒരു അണുമണി തൂക്കം തെറ്റാതെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഉറപ്പാണ് എങ്ങനെയായാലും ഇത് വിജയിക്കുന്നുള്ളത്. ഇവരോടൊക്കെ നമ്മൾ പറയലുണ്ടല്ലോ, എപ്പോഴും പറയലുണ്ട്, നിങ്ങൾ അങ്ങനെ ആരും ഒരു ആശങ്കയൊന്നും വേണ്ട, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ വിജയിപ്പിക്കും എന്നുള്ളത്. നമ്മൾ ആ വിജയിപ്പിക്കും എന്നുള്ള ഉറപ്പ് നമുക്കുണ്ട്. കാരണം അതിനാവശ്യമാവുന്ന പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്. മഹാന്മാരൊക്കെ സിയാറത്ത് ചെയ്തു. ഓരോ സ്ഥലത്തും പ്രാദേശികമായി സിയാറത്ത് ചെയ്യേണ്ടവരെ സിയാറത്ത് ചെയ്യാൻ പറഞ്ഞു. വലിയ വലിയ മഖാമുകളിലൊക്കെ നമ്മൾ മശായിഖന്മാരായും കൊണ്ട് നമ്മൾ കണക്കെടുക്കുകയും നമ്മൾ ആ നിലക്ക് കാണുകയും ചെയ്യുന്ന വലിയ വലിയ ആളുകളൊക്കെ പ്രത്യേകമായിട്ട് തന്നെ നമ്മൾ എന്തായി കൂട്ടായിട്ടു ഒറ്റക്കൊക്കെ സിയാറത്ത് ചെയ്തു. ആ നിലക്കൊക്കെ സിയാറത്ത് ചെയ്യുകയും പിന്നെ ഇതിലൊക്കെ ഇസ്തിഖാറത്ത് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. ഈ ചെയ്യുന്ന സംഗതിയിൽ ഹൈറുണ്ടോ ചെയ്യാൻ നോക്കിക്കാണ്ട് ചെയ്യണമെന്ന് ആ നിലക്ക് ഇസ്തിഖാറത്ത് ചെയ്തു. അങ്ങനെയൊക്കെ ചെയ്തത് നമുക്ക് ഒരു വിശ്വാസം, നമുക്ക് ഒരു ഉറപ്പ് ഉള്ളത് പോലെ ഇത് എങ്ങനെയും വിജയിക്കും. താങ്കൾ തന്നെ പലപ്പോഴും പ്രസംഗങ്ങളിൽ പറയാറുണ്ട് മശായിഖന്മാരോട് അതൊരു തമാശ പറയല്ല. അത് മശായിഖന്മാരോട് നമ്മൾ അതല്ല, അവരോട് ഇപ്പൊ നമുക്ക് പിന്നെ സംസാരിക്കാനൊന്നും നമുക്ക് കഴിയണം, അത് നമ്മൾക്ക് കഴിയൂല, അത് കഴിയുന്ന ആളുകൾ ഉണ്ടാവും. പക്ഷെ അവരായിട്ട് നമുക്ക് അവരുടെ പേരിൽ നമ്മൾ എന്താക്കും, ഫാത്തിഹ ഓതും, യാസീൻ ഓതും, മനസ്സിലായില്ലേ? അവരൊക്കെ മദത് കൊണ്ടിട്ട് ഈ വിഷയങ്ങളൊക്കെ എന്താക്കണം, സാധിപ്പിച്ചാലും തമ്പുരാനെന്നൊക്കെ ദുആ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഗുണം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് വിശ്വാസമുണ്ട്. അത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ സമ്മേളനത്തിലും ഉണ്ടായിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പം ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിന്ന് പറഞ്ഞു. വ്യക്തിപരമായിട്ട് ഒരു സമ്മേളനം കൊണ്ടൊക്കെ സങ്കടപ്പെട്ട സമയങ്ങൾ ഉണ്ടാവും. അത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും പറയണ്ടല്ലോ. അതൊന്നും ഇപ്പോൾ വ്യക്തിപരമായി നമ്മൾക്ക് പ്രയാസം ഉണ്ടായ സംഗതികളൊക്കെ പറയുമ്പോൾ അത് നമ്മൾക്ക് വ്യക്തിപരമായിട്ട് നമുക്ക് വലുതാവാനാണെന്ന് വിചാരിക്കും. അപ്പം അങ്ങനത്തെ ഒന്നും നമ്മൾ വ്യക്തിപരമായി ഉണ്ടായ പല കാര്യങ്ങളും ഉണ്ടാവാം. പക്ഷെ അതൊന്നും പറയുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഉണ്ടായത് അപ്പം ആരൊക്കെ എന്നാൽ എങ്ങനെയെന്നൊക്കെ ചോദിക്കും, മനസ്സിലായില്ലേ? അപ്പം അതൊന്നും നമ്മൾ പറയാന്നുള്ളത് നമ്മൾ ഒരാൾ അങ്ങോട്ട് മറ്റുള്ളവരെ സ്പർശിച്ചുകൊണ്ട് പറയാന്നുള്ളത് നമ്മളെ ശരിയല്ല. ഈ സമ്മേളനത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു സമയം ഏതാന്ന് ചോദിച്ചാൽ താങ്കൾ എന്താ പറയാ? ആ സമയം തന്നെ. എനിക്കങ്ങനെ ഒരു വലിയ സന്തോഷവും ദുഃഖമൊന്നും ഉണ്ടാവില്ല. എൻ്റെ ജീവിത രീതി അങ്ങനെ തന്നെയാണ്. ഇപ്പം എന്നോട് ഏറ്റവും സന്തോഷപ്പെട്ടത് എന്താന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയൂല. ഏറ്റവും ദുഃഖിച്ചത് അതും എനിക്ക് അറിയാം. എനിക്കെല്ലാം ഒരേ മാതിരിയാണ്. പക്ഷെ എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ചത് ആ ജനങ്ങൾ നിറഞ്ഞു നിൽക്കണ ആ ഒരു സമാപന സമ്മേളനത്തിലുള്ള ആ കാഴ്ചയും. എന്നോട് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ചോദിച്ചു, വിദേശത്ത് വന്ന പ്രതിനിധികളും ഒക്കെ ചോദിച്ചു, എന്തെന്ന് പറഞ്ഞാൽ പിന്നെ 10 ആളോ 20 ആളോ 10 200 ആളുകൾ കൂടിയാലോ, വിദേശത്ത് വന്നല്ലോ 10 500 ആളുകൾ കൂടിയാൽ തന്നെ ഭയങ്കര ശബ്ദമാണ്, അത്രേ ഞങ്ങളവിടെയൊക്കെ കൂടുള്ളൂ. ഇതിങ്ങനെ മില്യക്കണക്കിന് ആളുകൾ കൂടിയിട്ട് ഇവിടെ ശബ്ദമൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് നിലനിർത്തിക്കൊണ്ടാൻ എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇതിന് ആത്മീയമായ ഒരു നിയന്ത്രണം ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. ബദറിൽ മലായിക്കത്ത് ഇറങ്ങി എന്നറിഞ്ഞില്ലേ? അപ്പം ബദറിൽ മലായിക്കത്ത് ഇറങ്ങി സഹായിച്ചു എന്ന് പറഞ്ഞല്ലോ. എന്നതുപോലെ ഇവിടെ മലായിക്കത്തും അമ്പിയാക്കന്മാരുടെ അറുവാഹികളും ഔലിയാവിൻ്റെ അറുവാഹികളും പിന്നെ സാലിഹ്യങ്ങൾ അറുവാഹികളൊക്കെ സന്തോഷിക്കുന്ന ഒരു മുഹൂർത്തമുള്ള. അപ്പം അവരെ ഒരു സഹായം കൂടി അദൃശ്യമായ നിലക്ക് അവിടെ ലഭിക്കപ്പെടുന്നുണ്ട്. മാഷിനോട് അതേ ചോദ്യം ചോദിച്ചാൽ പ്രയാസപ്പെട്ടതും സന്തോഷം ഉണ്ടായ ഒരു നിമിഷം പറയാൻ പറഞ്ഞാൽ? അല്ല, താങ്കൾ പറഞ്ഞ മാതിരി ഈ സുഖദുഃഖങ്ങൾ പ്രയാസങ്ങൾ എങ്ങനെയാണെങ്കിലും പൊതുപ്രവർത്തനം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അതിപ്പോൾ താങ്കൾ പറഞ്ഞ മാതിരി ഒട്ടേറെ പ്രതിസന്ധി പ്രയാസങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഒരു സംവിധാനത്തിൽ ഉണ്ടാവും. അതെല്ലാം തരണം ചെയ്ത് അത് നമ്മൾ റെക്കോർഡ് ചെയ്യലില്ല. സന്തോഷമാണെങ്കിലും റെക്കോർഡ് ചെയ്യലില്ല, സന്താപാണെങ്കിലും റെക്കോർഡ് ചെയ്യലില്ല. എന്നാലും സന്തോഷം നമുക്ക് ഇങ്ങനെ പറയാൻ ആഗ്രഹമൊക്കെ ഉണ്ടാവില്ലേ? സന്തോഷം അല്ല, എല്ലാം സന്തോഷം തന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ. ജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കണ ആ പരാവാരം പോലെ പിന്നെ തിങ്ങി നിൽക്കണ ആ സന്ദർഭം കാണുമ്പോൾ നമ്മൾക്കൊരു മനസ്സ് കുളിർമാവുമല്ലോ. കാരണം നമ്മൾ ചെയ്ത ഒരു അധ്വാനം അല്ലെങ്കിൽ നമ്മളെ ഒരു സേവനം അല്ലെങ്കിൽ നമ്മളൊരു നേതൃത്വം, അതിൻ്റെ ഒരു ഗുണം ഇവിടെ കണ്ടല്ലോ എന്നുള്ളത്. പിന്നെ റാഷിദ്, തങ്ങൾ പലപ്പോഴായിട്ട് ഒരു ബേജാറും വേണ്ട, സമ്മേളനം വിജയിക്കും, ഇത് നമ്മളൊന്നല്ല നിയന്ത്രിക്കുന്നത് ഞങ്ങളോട് ഇങ്ങനെ പറയും. പക്ഷെ നമുക്ക് എന്നാലും ആശങ്ക എങ്ങനെയാവും. അത് പിന്നെ ബോധ്യമാണ്. ഇതൊരു പറയാൻ പറ്റിയ തങ്ങളല്ലാതെ വിചാരിച്ചു കൊടുക്കുക. ഇത് കണ്ടപ്പോഴാണ് ഒരു. അതെ അതെ. പിന്നെ അൽഹംദുലില്ലാ ആ 33,000 ആൾക്കാർ ക്യാമ്പ്, പൊതുസമ്മേളനം, നമ്മളെ എക്സ്പോ, 2-3 നടന്ന വേദിയില് എല്ലാം എന്താ അറിയില്ല. മെച്ചം. അതെ അതെ.
ഇപ്പം ഇന്നലെ വിദേശത്ത് നിന്ന് ഒരു പത്രപ്രതി, എൻ്റെ ഒരു കൂടെ പഠിപ്പിച്ച ടീച്ചർ ഭർത്താവാണ്, ഒരു സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞു. അയാൾ ഇന്നലെ രാത്രി വിളിച്ച് പറഞ്ഞു, ഞാൻ ലൈവായി കണ്ടു സമ്മേളനം, എങ്ങനെ ഇത് കഴിയുന്നു ഈ സമ്മേളനം എങ്ങനെ? അയാൾ ഇന്നലെ രാത്രി ചോദിച്ചാൽ എല്ലാവരും ചോദിക്കണം. എല്ലാവരും അതിൻ്റെ ആ ഇതുണ്ടല്ലോ, ആ അച്ചടക്കവും ഒരു ശബ്ദമില്ലല്ലോ അവിടെ. ജനങ്ങൾ ശബ്ദം ഉണ്ടാക്കിയൊന്നുമില്ല. അപ്പോൾ ബാഹ്യമായതല്ലാത്ത ഒരു നിയന്ത്രണം. ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നില്ലേ? കാരണം ഈ കുനിയ ചെറിയൊരു സ്ഥലമാണ്, എന്തെങ്കിലും ഇൻസിഡന്റ് എന്തെങ്കിലും നടക്കുമോ? അതൊക്കെ നിയമപാലകർ വരെ പേടിച്ച സംഗതിയാണ്. പോലീസുകാർ പറഞ്ഞു, അവർക്കൊക്കെ ആശങ്കയായി, അപകടം സംഭവിക്കും, തിരക്ക് കൂടിയോണ്ടുള്ള പ്രശ്നങ്ങൾ. ഒരുപാട് അനുഭവങ്ങളുണ്ടല്ലോ വിവിധ സമ്മേളനങ്ങൾ വന്നിട്ടുള്ള. വിവിധ സമ്മേളനങ്ങൾ വിജയുടെ ഒക്കെ അവര് 1000 ആള് കൂടി ഇവിടെ ഒരു പാട്ടുകാര കൂടി അവിടെ 1000 ആള് കൂടി കൊടുത്ത് അവിടെ ഭയങ്കര കാസർഗോഡ്. അതുപോലെ ഈ സമ്മേളനത്തിലേക്ക് ഉള്ള ഒരു വരവ് അറിയിക്കലായിരുന്നു നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശയാത്ര. അത് നമ്മളൊക്കെ അതിൽ പങ്കെടുത്ത ആളുകൾ എന്നുള്ള നിലക്ക് നമ്മളൊക്കെ ഇപ്പോഴും അതിനൊരു എക്സൈറ്റ്മെന്റ് ഇപ്പോഴും വിട്ടത് എങ്ങനെ നടന്നു എന്നുള്ളിടത്താണ് നമ്മളൊക്കെ ഉള്ളത്. ഈ ഒന്നാമത് വളരെ ഉറക്കം, ആ സ്ഥിരാംഗങ്ങളൊക്കെ കുറവായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങളൊക്കെ ആകുമ്പം കുറച്ചുകൂടി ഉത്തരവാദിത്തമുള്ളതുകൊണ്ട് ഞങ്ങളൊക്കെ ഉറങ്ങുന്നതിലും കുറച്ചുകൂടി കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. ഇതൊക്കെ എങ്ങനെയായിരുന്നു മാനേജ് ചെയ്തത്? ആ യാത്രയെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എനിക്ക് പിന്നെ അതിലൊരു ക്ഷീണം ഉണ്ടായിട്ടില്ല. ഞാൻ പിന്നെ വർക്കൊക്കെ തന്നെ കറക്റ്റ് ഉറങ്ങായിട്ടുണ്ട്. പിന്നെ നമുക്ക് താളം തെറ്റുമ്പോ അല്ല അതൊന്നും ഇല്ല. അത് പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയണത് എന്താന്ന് വെച്ചാൽ നമ്മളെ യാത്രയുള്ള എല്ലാവർക്കും യാത്രയിൽ പ്രത്യേക ഒരു ഊർജ്ജം എന്നാണ് അങ്ങനെ എല്ലാവരും പറഞ്ഞത്. ഞാൻ പ്രായമുള്ള കുറേ ആളുകളൊക്കെ ആയി, തങ്ങന്മാരും ഉസ്താദന്മാരൊക്കെ ഉണ്ട്. ഓരൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുമ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കൊന്നുമില്ല, നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയണ്ട, ഞങ്ങൾക്കൊന്നുമില്ല. അപ്പം അവർക്ക് എല്ലാവർക്കും എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ സ്വീകരണങ്ങൾ കാണുമ്പോഴും ഒരു സ്വീകരണം മറ്റൊന്നിനും മെച്ചപ്പെട്ടുകൊണ്ടാണല്ലോ. ഇപ്പോൾ ഉച്ചയായ സമയത്ത് വരെ പല സ്ഥലങ്ങളിലും സ്വീകരണങ്ങൾ. അവിടെയൊക്കെ ആളുകളെ ഈ പെരുപ്പും ആളുകളെ സമീപനും ആളുകൾക്കുള്ള ഇതിനോടുള്ള ഒരു പ്രത്യേകമാവുന്ന ബഹുമാനവും ആദരവൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്താണെന്ന് പറഞ്ഞാൽ ഈ സംഘടന അത്രമാത്രം ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ മനുഷ്യനെന്ന് മാത്രമല്ല ഒരു സംഘടനയെ സ്നേഹിച്ചാലും അങ്ങനെ തന്നെയാണ്. അള്ളാഹു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചു പറയുന്ന, ജിബ്രീലെ നീ ഈ മനുഷ്യനെ സ്നേഹിക്കണം. മനുഷ്യനെ അല്ല, ഇനി സംഘടന സ്നേഹിച്ചാലും അങ്ങനെ തന്നെയാണ്. ഹദീസിൻ്റെ താല്പര്യം അങ്ങനെയാണ്. മനുഷ്യൻ ഹദീസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു വ്യക്തി ഹദീസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും വ്യക്തി മാത്രമല്ല, ഒരു സംഘടനയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ സംഘടന എന്താവും എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിനോട് പറയും നീയും ആ സംഘടനയെ സ്നേഹിക്കണം. ഹദീസിലുള്ളത് വ്യക്തിയെ പറ്റിയാണ്. പിന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വിളിച്ചു പറയാൻ പറയും വാനലോകത്തുള്ളവരോട്, ഇതാ അള്ളാഹ് ഈ സംഘടനയെ അല്ലെങ്കിൽ അള്ളാഹ് ഈ വ്യക്തിനെ സ്നേഹിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളും ഈ വ്യക്തിനെ സ്നേഹിക്കണം എന്നതുപോലെ ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കാം. സംഘടനയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ സംഘടനയെ ജിബ്രീലിനോട് സ്നേഹിക്കാൻ പറയും. അതുമാത്രമല്ല വാനലോകത്തും മറ്റുള്ള മുഖദ്ദസ്തായ അർവാഹുകളോടൊക്കെ വിളിച്ചു പറയാൻ പറയും. ഏത് ഇതാ അള്ളാഹ് സ്നേഹിച്ചിട്ടുണ്ട്, ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളും സ്നേഹിക്കണം. സുമ്മ യുളഉൽ ഖബൂലു ഫിൽ അർദ്, പിന്നെ ആ വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ വലിയ അംഗീകാരം ഉണ്ടാക്കിക്കൊടുക്കും എന്നതുപോലെ സമസ്തയുള്ള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ ഈ സംഘടന, ഈ ഹദീസിൽ നിന്ന് എന്ത് മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ സംഘടനയും സ്നേഹിക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ സമസ്തയുള്ള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ വലിയ മഹാന്മാർ സ്ഥാപിച്ച, അവരിവിടെ രൂപീകരിച്ച് അവർ പ്രവർത്തിച്ച് അവരുടെ എല്ലാവിധ മദതുകളുള്ളൊരു സംഘടനയാണ്. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴും അതിൻ്റെ പിന്നിലുണ്ടാവും. അപ്പോൾ ഈ സംഘടനയെ സംബന്ധിച്ച് ആ നിലക്കുള്ള ഒരു ബഹുമാനവും ആദരവും ഒക്കെ ജനങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹു ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ആരിതിനെ എങ്ങനെ പരാജയപ്പെടുത്താൻ നോക്കിയാലും ഞങ്ങളിതിനെ പരാജയപ്പെടുത്താൻ സമ്മതിക്കൂല എന്ന് മഹാന്മാരെ പ്രത്യേകമാവുന്ന ഒരു സന്ദേശമാണ് ആ യാത്രയിലൊക്കെ നമ്മൾ കണ്ടത്, യാത്രയിലും സമ്മേളനത്തിലൊക്കെ. ഈ സമസ്ത എന്ന് പറയുന്നൊരു വികാരം 100 വർഷങ്ങൾക്ക് മുല്ലക്കോയ തങ്ങളുടെ കാലം മുതൽ നമ്മുടെ പിതാക്കന്മാരുടെയൊക്കെ കാരണവന്മാരുടെയൊക്കെ കാലത്തൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം പല തരത്തിലുള്ള കാലഘട്ടം മാറുകയാണ്, ജനറേഷൻ മാറുകയാണ്, ആളുകളുടെ ടേസ്റ്റുകൾ മാറുകയാണ്, യുവാക്കള്, കുട്ടികള്, ഇവരൊക്കെ പലതിൻ്റെയും പിറകെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. അപ്പൊ നമുക്ക് ഈ പുതിയ കാലത്തെ കുട്ടികളുടെ മുമ്പിലേക്ക് സമസ്ത എന്ന് പറയുന്നൊരു അതൊരു വികാരമാവണം, അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ കൃത്യമായ ഒരു പാതയായിട്ട് ഇത് അഡ്രസ്സ് ചെയ്യപ്പെടണം. അതിന് ഒരു മെക്കാനിസം നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ പ്രയോഗിക്കേണ്ടതല്ലേ? പക്ഷെ എങ്ങനെയാണ് നമ്മൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യും അടുത്ത കാലത്ത്?
അത് സമസ്ത കാലാകാലങ്ങളിൽ ചെയ്തു വരുന്ന ഒരു പ്രവർത്തനമാണ്. അതാത് കാലത്ത് ജനങ്ങളെ ഹിദായത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ആ കാലഘട്ടത്തിന് യോജിച്ചുള്ള പ്രവർത്തനങ്ങൾ അത് എന്താണെന്നുള്ള സമസ്ത ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പരിണിത ഫലം തന്നെയാണ് 100-ാം വാർഷികം ആഘോഷമായി ജനങ്ങൾ സമസ്തയോടൊപ്പം നിന്ന് എന്നുള്ളത്. പുതിയ കാലഘട്ടത്തിലേക്ക് അനുസൃതമായ ഒട്ടേറെ പദ്ധതികളും പരിപാടികളും ഈ 100-ാം വാർഷികത്തിൽ തന്നെ സമസ്ത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതുമായി അതിൻ്റെ കഴിഞ്ഞ കാല പ്രതാപം പോലെ തന്നെ അടുത്ത വർഷത്തിലും തുടർന്നുള്ള വർഷങ്ങളിലൊക്കെ സമസ്തയുടെ പ്രസിഡന്റിനെയും മറ്റ് നേതാക്കളുടെയും സാദാത്യങ്ങളെയും ഒക്കെ നേതൃത്വത്തിൽ സമസ്ത മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. പുതിയ ജനറേഷനും സമസ്തയോടൊപ്പം ഉണ്ട് എന്നുള്ളതിനാണ് സമസ്തയുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ കുനിയയിലേക്ക് സമ്മേളനം പോകാനുണ്ടായ കാരണം എന്താ? കാരണം സാധാരണ ഇതിൽ കോഴിക്കോട് മലപ്പുറം ഒക്കെയാണ് ഇത്തരം സമ്മേളനങ്ങൾക്കൊക്കെ പലപ്പോഴും വരാറുള്ളത്. കുനിയ എന്ന് പറഞ്ഞ ഒരു ഗ്രാമമാണ്. ഇപ്പൊ ആലപ്പുഴ സമ്മേളനം എന്ന് പറയുമ്പോൾ അവിടെ ബീച്ചാണ്, കൊല്ലത്ത് മൈതാനമാണ്. പക്ഷെ ഇവിടെ ഒരു ഗ്രാമത്തിലേക്കാണ് നമ്മൾ വരുന്നത്. അത് പിന്നെ ഗ്രാമങ്ങളിൽ മുമ്പ് ഉണ്ടായിട്ടുണ്ട് സമ്മേളനങ്ങൾ. പക്ഷെ ഇത്രയും ഒരു വലിയൊരു സമ്മേളനം അന്നത്തെ കാലത്ത് വലുതായിരുന്നത്. അന്നിപ്പോ മോളൂർ അങ്ങനെ പല സ്ഥലത്തും കക്കാട് അങ്ങനെ അതൊക്കെ ഗ്രാമങ്ങളിൽ നിന്ന് ഫറോക്ക് അതൊക്കെ ഗ്രാമങ്ങളിൽ നിന്നാണ്. അപ്പൊ ആ ഗ്രാമങ്ങളിൽ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഗ്രാമങ്ങളിലേക്ക് എന്ത് വന്നു എന്നുള്ളതല്ല. കുനിയ എന്ന് പറഞ്ഞ പ്രദേശം അത് ഗ്രാമമാവട്ടെ പട്ടണമാവട്ടെ അവിടേക്ക് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇത് എവിടെ നടത്തണം എന്നുള്ളത് ഒരുപാട് ദീർഘമായ ചർച്ചകൾ പല മുഷാവറിലും നടന്ന് പലരെയും സ്ഥലം നോക്കാനൊക്കെ ഏൽപ്പിച്ചതാണ്. അങ്ങനെ പലരും പല സ്ഥലത്തും പോയി പല സ്ഥലങ്ങൾ പറയുമ്പോൾ അതിന് എന്തെങ്കിലും ഇത് തകരാറ് പിന്നെ ആ പറഞ്ഞവർ തന്നെ പറയും, അല്ലെങ്കിൽ വേറുള്ളവർ പറയും അവിടെ പറ്റില്ല. അങ്ങനെയാണ് പിന്നെ നമ്മൾ പിന്നെ കാസർഗോഡ് ജില്ലയിൽ ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി നിന്നപ്പോൾ കാസർഗോഡ് നിന്നുള്ള ചില ആളുകൾ ഇപ്പോൾ നമ്മുടെ ഈ ഇബ്രാഹിനാജി ഇമ്പായിച്ച എന്ന് പറഞ്ഞ ഇബ്രാഹിനാജി അയാളും നമ്മളെ എൻജിനീയർ ഷെരീഫും അവരെന്നോട് വന്ന് പറഞ്ഞു ഇവിടെ ഇങ്ങനെ സ്ഥലമുണ്ട്, നമ്മളെ പിന്നെ ഷാർജ ഇബ്രാഹിനാജിൻ്റെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടെ അത് നടത്താൻ പറ്റും, എത്ര ലക്ഷങ്ങൾ ആളുകൾ ഉൾക്കൊള്ളും എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളത് ഞാൻ മുഷാവറിയിൽ അവതരിപ്പിച്ചു. മുഷാവറിൽ നിന്ന് എല്ലാവരും പോയി കണ്ടു. സമിതി വെച്ചു. അങ്ങനെ പലരും പോയി കണ്ട് പിന്നെ അത് പറ്റുമെന്നുള്ളത് അധിക ഉസ്താദന്മാർക്കും അങ്ങനെ തന്നെ അഭിപ്രായം ഇല്ലാത്ത ചില ആളുകളുണ്ടായിട്ടുണ്ടാവാം. അങ്ങനെയാണ് അവിടെ തീരുമാനിച്ചത്. അപ്പം അതൊരു ഇലാഹിയായ ഒരു നിയോഗം എന്നതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ, മനസ്സിലായില്ലേ. പിന്നെ മറ്റേ ഷാർജ ഇബ്രാഹിനാജി മൂപ്പര് വലിയ സുന്നത്ത് ജമാഅത്തുള്ള ആളാണ്, മനസ്സിലായില്ലേ. സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശങ്ങളിൽ ശക്തമായി വിശ്വസിക്കുന്നതായവരാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനേക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പോലത്തെ ഒരു സംഘടനയുടെ സമ്മേളനം അവിടെ വെച്ച് നടത്തുകയെന്ന് നമ്മൾ മൂപ്പരോട് സംസാരിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞു അവിടെ നടത്തിക്കോളി എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവിടെ ചെയ്യേണ്ടതൊക്കെ മൂപ്പര് ചെയ്തു തന്നു, മനസ്സിലായില്ലേ. അവിടെ നമ്മളെ നികത്തി ആ സ്ഥലങ്ങളൊക്കെ അതിനൊന്നും സമസ്തയിൽ നിന്ന് ഒരു പൈസ അതിന് കൊടുത്തിട്ടില്ല. നമ്മളെ ഈ ക്യാമ്പ് അവിടെ തന്നെ വലിയ കുന്നൊക്കെ അവിടെ എത്രയോ ദിവസങ്ങൾ മൂപ്പര് സ്വന്തം JCB വരെ വാങ്ങിയിട്ടാണ് അവിടെ പണി നടത്തിപ്പിച്ചത്. അങ്ങനെ എല്ലാം. പിന്നെ നമ്മൾ പന്തൽ നമ്മൾക്ക് ചിലവാകുമല്ലോ, അപ്പോൾ പന്തൽ നമ്മളിട്ടു. ബാക്കി അവിടെയുള്ള മറ്റുള്ള ബാഹ്യമായി ഇരിക്കേണ്ട സംഗതികളൊക്കെ അതുപോലെ ഒരു ഭീമമായ സംഖ്യ മൂപ്പർക്കും ചിലവായിട്ടുണ്ട്. പിന്നെ ഭക്ഷണം, ഈ വന്ന ആളുകൾക്കൊക്കെ ഉള്ള ഭക്ഷണം അത് നമ്മൾ അറിഞ്ഞിട്ടില്ല, അത് അവരെ വകയാണ് കൊടുത്തിട്ടുള്ളത്. ആരെ ഇബ്രാഹിനാജിൻ്റെ വക. ഈ നമ്മുടെ പല സമ്മേളന റിപ്പോർട്ടുകൾ നമ്മൾ സുപ്രാത്തിലൂടെ ഇങ്ങനെ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല ആളുകളും ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ സമ്മേളനത്തിൽ എന്ത് ഇബ്രാഹിം ഹാജി വരാത്തത്, എന്ത് അദ്ദേഹത്തെ കൊണ്ടുവരാൻ ശ്രമിക്കാതെ അദ്ദേഹം വരില്ലായിരുന്നു? അതൊന്നും നിർബന്ധിക്കാത്തതൊന്നും കൊണ്ടൊന്നല്ല. അദ്ദേഹം പിന്നെ അങ്ങനെ നമ്മൾ നിർബന്ധിച്ചാലും വരുന്ന ഒരാളല്ല മൂപ്പര്. ഇപ്പം ചില ആളുകൾ അങ്ങനെയുള്ള അവർ ഈ പരസ്യമായിട്ട് ഫേസ് ചെയ്യാനും ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. മൂപ്പര് ബിസിനസ്സും ഇതൊക്കെ ആയിട്ട് ഒതുങ്ങിക്കൊണ്ടിട്ടാണ്. മൂപ്പര് ഈ 2-3 മാസം മൂപ്പര് ആ കോളേജിനോട് ബന്ധപ്പെട്ട പല കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് മൂപ്പര് ഇവിടെ തന്നെയാണ്. അങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ പരിപാടി കാൽനാട്ടിൽ. അതിന് മൂപ്പര് അന്ന് വിളിച്ചപ്പോൾ മൂപ്പര് വരാൻ സന്നദ്ധനായില്ല. പിന്നെ ഞാൻ നിർബന്ധിച്ച് വിളിച്ചു കൊടുത്തതാണ്. അങ്ങനെ മൂപ്പര് നമ്മളെ സമ്മേളനത്തിൻ്റെ ഒരു ആഴ്ച മുമ്പ് 2 ആഴ്ച മുമ്പാണ് മൂപ്പർക്ക് അവിടെ ബിസിനസ്സുപരമായുള്ള വലിയ ലോകമാണല്ലോ. അപ്പോൾ അവിടെ മൂപ്പര് ആവശ്യത്തിന് വേണ്ടി പോകേണ്ടി വന്നത്. പിന്നെ മൂപ്പർക്ക് ഇതിന് വരാൻ കഴിഞ്ഞില്ല. അത് മൂപ്പര് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സൗകര്യപ്പെട്ടാലേ വരുള്ളൂ. പിന്നെ മൂപ്പർക്ക് ഈ ആളുകളെ പോയി നമ്മളെ മൂപ്പർക്ക് ഒരു പേയ്മെൻറ്റ് കൊടുക്കണം എന്നൊക്കെ ഉദ്ദേശിച്ചതാണല്ലോ. അത് ഞാൻ ആളുകളെ മുന്നിൽ നിന്ന് വാങ്ങേണ്ടതെന്ന് മൂപ്പര് അത്ര താല്പര്യമില്ല ആ വിഷയത്തിൽ.
അപ്പം അതാണ് ഏറ്റവും വലുത്. മൂപ്പർ പിന്നിൽ നിന്നുകൊണ്ട് എല്ലാം ചെയ്തു തരാന്നുള്ളത് മനസ്സിലായി. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ മൂപ്പര് ഒരു സ്വന്തം വ്യക്തിത്വം പിന്നെ ജനങ്ങളിൽ അറിയിക്കപ്പെടാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരാളാവാൻ വേണ്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടിയല്ല ഇതൊന്നും ചെയ്തു തന്നിട്ടുള്ളതെന്ന്. അള്ളാഹുവിൻ്റെ വചനം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടിട്ട് അതോടൊപ്പം ദീനിയായ ഒരു വലിയ സംഘടനയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥ ദീനിൻ്റെ പിന്നെ കാര്യങ്ങൾ ഇവിടെ നിലനിർത്തി പോരേണ്ട അതിനിവിടെ സംരക്ഷിച്ചു പോരേണ്ട ഒരു സംഘടനയാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് മൂപ്പര് ഇതിനെന്തായിട്ടുള്ളത് ചെയ്തു തന്നിട്ടുള്ളത്. റാഷിദ്, ആ കാൽനാട്ടിൽ കർമ്മത്തിൽ തന്നെ അയാൾ പങ്കെടുത്ത് നാട്ടുകാർ പറഞ്ഞത് അയാൾ എവിടെയും അപ്പൊ തങ്ങള് വിളിച്ചോണ്ട് തങ്ങളോടുള്ള ആ ബന്ധം കൊണ്ട് മാത്രമാണ് അയാള് വന്നതെന്നുള്ളത്. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് താങ്കൾ പറഞ്ഞ മതി. അല്ല, അത് അയാൾക്കുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി ഉള്ളോ. ഇത്ര വലിയ എല്ലാം മൂപ്പർ അവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാം. ഇതിന് മുമ്പ് എന്നാൽ മൂപ്പർക്ക് പറഞ്ഞൂടെ എനിക്ക് അതിൽ വലിയൊരു സ്ഥാനമാണെന്ന് മൂപ്പർ പറഞ്ഞു. ആളാൻ വരാത്തത് അയാളെ പറ്റി അയാൾ വലിയ മനുഷ്യനാണെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം കുറെ ഭൂമി സമസ്തക്ക് ദാനം തന്നു. എന്താണ് അത് മൂപ്പര് സമസ്തക്ക് ഇതല്ല, ഞാൻ അന്നോടൊന്ന് പറഞ്ഞല്ലോ നിങ്ങൾക്ക് തരാമെന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഭൂമി വാങ്ങണയോ ആ ഭൂമിയിൽ വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കുന്ന പണിയൊന്നും എനിക്കില്ല, എനിക്കതിനോട് കഴിയൂലേനും. എനിക്കങ്ങനെ എല്ലാവരും അടുക്കളയിൽ പോയി ഇരുന്ന് കാണുന്ന പിരിവ് വാങ്ങിക്കൊണ്ടിരുന്ന പരിപാടിക്കൊന്നും എനിക്ക് കഴിയൂല. അപ്പം എനിക്കതിനൊന്നും കഴിയൂല, ഞാൻ അതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അവനോട് നിങ്ങൾ നിയന്ത്രണത്തിലായിക്കൊണ്ട് എന്തെങ്കിലും നടത്താൻ കഴിയുന്നു അത് വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾ സമസ്തൻ്റെ ഏറ്റവും നല്ലൊരു സംവിധാനമാണ് SNAC എന്നുള്ളത്. അതെനിക്കൊരു ആസ്ഥാനത്തിന് വേണ്ടി നമ്മൾ സ്ഥലം നോക്കിക്കൊണ്ട് നടക്കുകയാണ്. അത് നിങ്ങളെ നാട്ടിൽ തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ തന്നാളിന്ന് പറഞ്ഞു. അപ്പോൾ SNACക്ക് വേണ്ടി തരാം. ഇപ്പം അതിനെ പറ്റിയാണ് ഇപ്പം ഇങ്ങനെ ധൃതി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമുക്ക് അതിൻ്റെ ആ പരിപാടി തുടങ്ങണ്ടേ ഈ പരിപാടി തുടങ്ങണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു. അതിലൊരു വലിയ പള്ളി യൂസുഫ് അലി സാഹിബ് വെച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ. അപ്പോൾ യൂസുഫ് അലി സാഹിബും തിരക്ക് കൂട്ടിക്കൊടുക്കുകയാണ്, വേഗം അത് തുടങ്ങണം പള്ളിൻ്റെ പണി എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ നമ്മുടെ ഏറ്റവും വലിയ അസറ്റാണ് നമ്മുടെ വിക്കായ, ആമില, തൊലബ, അങ്ങനെ നമ്മുടെ ആ ഒരു ടീമുണ്ട്. ശരിക്കും അവർക്ക് ഈ ഒരു സമ്മേളനം കാണാനോ അല്ലെങ്കിൽ ഒന്നും പറ്റൂല. ശരിക്കും ഈ സമസ്തയുടെ നമ്മുടെ സന്ദേശയാത്ര പോകുന്ന സമയത്ത് അവരുടെ ഒരു ഞങ്ങൾ ഏറ്റവും സുപ്രഭാതം ഞങ്ങൾ ആദ്യം പോകുന്ന ആളുകളാണ്. കാരണം ഞങ്ങൾ എവിടെയും എപ്പോഴും പോകും. പക്ഷെ നമ്മുടെ ഒരു വളവ് കഴിയുമ്പോൾ അവരവിടെ കാണും, അവിടെ ഗതാഗതം കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ അവിടെയും അവരെ ഉണ്ടാവും. അപ്പൊ ഇവരുടെ ഒരു പ്രവർത്തനം അത് ഏറ്റവും വലിയ പ്രവർത്തനമാണ്. അത് ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ അതിനിപ്പോൾ വിവരിക്കാൻ വാക്കുകളില്ല. കാരണം അത്ര അധ്വാനങ്ങളാണ് ഈ കുട്ടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അധ്വാനങ്ങൾ എന്ന് പറഞ്ഞാൽ അവരെ ശരീരം പണയം വെച്ചുകൊണ്ടാണ് അവർ ഓടുന്നതും. അവർക്ക് നമ്മളൊന്നും മാതിരിയല്ല, നമുക്കൊക്കെ പിന്നെയും ഉറങ്ങാലോ, അവർക്ക് ഉറക്ക് വരെ ആ ദിവസങ്ങളുണ്ടായില്ല. അവർക്ക് ഭക്ഷണം കിട്ടുമെന്നുള്ളത് അവർ വെയിലത്തൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ നമ്മൾക്കൊക്കെ നമ്മൾ AC വണ്ടിയിൽ പോകുമ്പോൾ വെള്ളം കുടിച്ചു പോകുമ്പോൾ ഞാൻ മാഷോട് പലപ്പോഴും പറഞ്ഞു നമ്മളെ ഈ കുട്ടികളൊക്കെ അവർക്ക് എന്തെങ്കിലും വെള്ളം അതൊക്കെ കിട്ടലുണ്ടെന്നൊക്കെ. മാഷൊക്കെ സംവിധാനമുണ്ട്, എന്നാലും അവർ വെയിലും എടുക്കണ്ടേ. അപ്പോൾ ആ നിലക്ക് വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ സംഘടന മാത്രം തോളിലേറ്റി കൊണ്ടിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി പ്രദർശിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വചനത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കണ പ്രവർത്തനക്കാരാണ് അവർ. അവരുടെ പ്രവർത്തനം എന്നും നമുക്ക് ആവശ്യമാണ്. ഞാനതാണ് പറഞ്ഞത്, അന്ന് പ്രസംഗത്തിലും പറഞ്ഞിട്ടുണ്ട് അവരെ ചെറുതാക്കി കാണാൻ. കാരണം അവരോട് തട്ടിക്കയറിയവരുടെ അവർ ചില സമയത്ത് ഞാൻ അവരോട് പറഞ്ഞിരിക്കണം, എന്നെ ആണെങ്കിലും നിങ്ങൾ തടുക്കണം എന്ന് പറഞ്ഞേ. സ്റ്റേജിൽ വരുമ്പോഴേ കേരള രേഖ ഉണ്ടെങ്കിൽ എന്നെ കയറ്റിയാൽ മതി എന്ന് പറഞ്ഞത്, മനസ്സിലായില്ലേ. അല്ലെങ്കിൽ എന്നെ കയറ്റണ്ട. അതാണ് ഞാൻ അവരോട് പറഞ്ഞത്. അവരെല്ലാം അങ്ങനെ എന്നിട്ടും രേഖയില്ലാത്തവരും കയറാൻ അർഹതയില്ലാത്ത പലരും എന്താക്കി കയറി കൂടി, മനസ്സിലായില്ലേ. അവരൊക്കെ ചിലർ ഇവരെ ഈ വിക്കായ വളണ്ടിയന്മാർ മറ്റും ശകാരിച്ചുകൊണ്ട് അവരെ കയർത്തുകൊണ്ടൊക്കെയാണ് കയറി കൂടി. അവരെ ചില ദേവോപതം ഏൽപ്പിച്ചവരുണ്ട്, ഇവരങ്ങോട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ റസൂലുള്ളാഹിൻ്റെ സ്വഭാവങ്ങളെന്ന് ദേഷ്യങ്ങളെന്നുണ്ടെങ്കിലും അത് ക്ഷമിക്കുക, മറ്റുള്ളവരോട് എന്താക്കിക്കള, അവരേക്കൊന്ന് എന്ത് തെറ്റ് പിന്നെ നന്മ കൊണ്ട് തീരുമാനത്തെ എടുക്കുക എന്ന് പറഞ്ഞല്ലോ. അത് ഇസ്ലാമിൻ്റെ ഒരു തത്വമല്ലോ. ആ തത്വം അനുസരിച്ച് അത് പൂർണ്ണമായി പ്രവർത്തിക്കുന്ന കുട്ടികളാണ് അവർ. അപ്പോൾ എന്നും അവരുടെ പ്രവർത്തനം അത് പ്രശംസനീയവും അത് പിന്നെ അംഗീകരിക്കപ്പെടേണ്ടതും അവർക്ക് വേണ്ട എല്ലാവിധ പ്രോത്സാഹനവും. വിക്കായ വളണ്ടികൾ മരിച്ചു, ഞാൻ അന്ന് പോകാൻ കഴിയില്ല, ഇത് പിറ്റേന്ന് അവിടെ പോയി. ചെറിയ കുട്ടികളുള്ളത്, അവന് ഒരു 10-34 വയസ്സായിട്ടുള്ളൂ, ജംഷീർ.
അപ്പം അവനിക്കിപ്പോൾ SKSF ഒരു വീട് എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞതിൻ്റെ നടക്കുന്നുണ്ട്. ശരി. അപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുമായി കൊണ്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ അപ്പോൾ ഇതിനൊന്നും വേണ്ടി പ്രവർത്തിച്ചതിനാവൂലല്ലോ ഇതൊന്നും. അവന് ഇങ്ങനെ എന്തെങ്കിലും സഹായം കിട്ടാൻ വേണ്ടി മരിച്ചതുമല്ലല്ലോ. അവൻ്റെ അവധി വന്നപ്പോൾ അവൻ മരിച്ചുപോയി. പിന്നെ മോനെ സഹായിക്കുക, അവൻ്റെ കുടുംബത്തിനെ സഹായിക്കുക എന്നുള്ളത് നമ്മളെ നിർബന്ധമായ ഒരു ബാധ്യതയാണ്. ഇനി അതിന് മരിക്കാത്തവരാണെന്ന് നിൽക്കുക, എന്നാലും ഇങ്ങനെ പ്രയാസപ്പെടുന്ന പലരും ആ കൂട്ടത്തിലുണ്ടാവും. അവർക്കും വേണ്ടതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. അവർക്കാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. സമസ്തയുടെ ജമീയത്തിലും അതിനെപ്പറ്റി ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനത്തെ ജക്കാതിൻ്റെ പ്രവർത്തകർ അവർക്കൊക്കെ എന്ത് ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിയും? അതിനെങ്ങനെ ഒരു വലിയൊരു ഫണ്ട് ഉണ്ടാക്കിയിട്ട് അവർക്കൊക്കെ എന്തെങ്കിലും അവർ ഒന്നും വാങ്ങാതെയുള്ള ഇപ്പോൾ ഈ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്താ നമ്മൾ ചെയ്തു കൊടുക്കാൻ കഴിയുക? അതിനെപ്പറ്റി ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ സന്ദർഭോചിതമായിട്ടൊരു ചോദ്യം പെട്ടെന്ന് മനസ്സിൽ വന്നത്, ഇപ്പൊ മദ്രസയൊക്കെ തുറക്കാനിരിക്കുകയാണ്. ഇപ്പം പല ഉസ്താദുമാരുടെയും ജോലി സംബന്ധമായിട്ടുള്ള ഭീഷണികളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമൊക്കെ ഉണ്ട് ചില ഇടങ്ങളിലെങ്കിലും. ചില ആളുകളൊക്കെ ഉണ്ടാവും, മനസ്സിലായില്ലേ? അത് ചില പ്രത്യേക താല്പര്യത്തിനനുസരിച്ച് ഉസ്താദന്മാരെ പേടിപ്പിക്കാന്നൊക്കെ ചിലർ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടി ആരും വിചാരിക്കും വേണ്ട, ശ്രമിക്കും വേണ്ട. കാരണം നാട്ടിൽ ഇവരെ പോലത്തെ ഒരു വിങ് വേറെ ഉണ്ടാവുമല്ലോ. അപ്പം അത് അവർ ശ്രദ്ധിക്കുമല്ലോ. ഇപ്പം അങ്ങനെ ചില സ്ഥലത്തൊക്കെ പിരിച്ചുവിടലുണ്ടായിട്ടുണ്ടാവാം. അതിന് പല കാരണങ്ങളും പറയുന്നുണ്ടാവും. ചിലപ്പോൾ കുറേ കാലം ഇവിടെ നിന്ന മൂല്യരാണെന്ന് പറയും, ഞാനൊന്ന് മാറി പിടിച്ചോട്ടെ എന്ന് പറയും. അങ്ങനെ നല്ല വാക്കുകൾ പറഞ്ഞിട്ടാണ് ഈ കാലം പിരിച്ചു വിടേണ്ടത്, മനസ്സിലായില്ലേ? അല്ല അപ്പോൾ സമസ്തക്കാരനായതുകൊണ്ട് പിരിച്ചുവിടുമോ? സമസ്തയുടെ മദ്രസന്ന് സമസ്തക്ക് വേണ്ടി പ്രവർത്തിച്ചോടും പിരിച്ചുവിടില്ലല്ലോ. അപ്പോൾ പിരിച്ചുവിടാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ന്യായങ്ങൾ ഉണ്ടാക്കും, പിരിച്ചുവിടും. അതൊക്കെ സാധാരണയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഖിലാസോടി പ്രവർത്തിക്കുമ്പോൾ അള്ളാഹു അവർക്ക് ജോലിയെ പ്രദാനം ചെയ്യും. പിരിച്ചുവിട്ടോടുണ്ടാകുന്ന പ്രയാസങ്ങളൊന്നും അവർക്ക് ഉണ്ടാവില്ല. ചിലപ്പോൾ അതിനേക്കാൾ വലിയ ജോലി കിട്ടും എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ആ വിശ്വാസം നമ്മൾക്കുണ്ടല്ലോ. നമ്മളിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ വളരെ നിർണായകമായിട്ടുള്ളൊരു സന്ദർഭമാണ്. തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. സംസ്ഥ രാഷ്ട്രീയമില്ല, കക്ഷിത്വമില്ല എന്ന് സംസ്ഥയുടെ സംഘടന നിലക്ക് രാഷ്ട്രീയം കക്ഷിത്വമൊന്നുമില്ല, അങ്ങനെയുള്ളൂ. സംഘടന എന്നുള്ള നിലക്ക് സംഘടനയുള്ളവരൊക്കെ ഇപ്പോൾ ഇന്ത്യ രാജ്യത്തിലെ പൗരന്മാരല്ലേ, അവർക്ക് വോട്ട് ചെയ്യേണ്ടി വരും. ഒരു ഇഷ്ടപ്പെട്ട പാർട്ടികൾക്ക് വോട്ട് ചെയ്യണം, അതൊക്കെ സംഭവിക്കുക. അപ്പോൾ സമസ്തക്ക് നയമുണ്ട് എന്നതാണ് ഇവിടുത്തെ മതസൗഹാർദ്ദം, ഇന്ത്യ രാജ്യത്തിൻ്റെ പാരമ്പര്യം, ഇന്ത്യൻ്റെ ഭരണഘടന, ഇവിടുത്തെ മനുഷ്യന്മാർ തമ്മിലുള്ള ഈ സ്നേഹവും സന്തോഷമൊക്കെ അതൊക്കെ നിലനിർത്തുന്നത്. ജനാധിപത്യം ഇതൊക്കെ നിലനിർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടികളൊക്കെ ഇവിടെ അവർക്ക് വേണ്ടി അവർ വിജയിക്കണം, അതാരാണെങ്കിലും. പിന്നെ വിജയവും പരാജയവും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവുമല്ലോ. ഇതിലൊന്നും ഇടപെടേണ്ട കാര്യം നമ്മൾക്കില്ലല്ലോ. ഈ രാഷ്ട്രീയമായിട്ട് തങ്ങളെ വിമർശിക്കുന്ന ആളുകൾ പലപ്പോഴും ചോദിക്കുന്നത് മുഖ്യമന്ത്രിയുമായിട്ട് ഭയങ്കര ബന്ധമാണ്. അപ്പം എന്തായാലും മുഖ്യമന്ത്രിയായിട്ട് ബന്ധം ഉണ്ടാകുന്നതുകൊണ്ട് വിമർശിക്കാൻ പാടില്ല, തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അതൊരു വിമർശനത്തിന് വിധേയമായതല്ല. മുഖ്യമന്ത്രി പുരുഷനായി അയാളായിട്ട് മുഖ്യമന്ത്രി ആണായാലും പെണ്ണായാലും ഒക്കെ ഒരു രാജ്യത്തിൻ്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി എന്നൊക്കെയുള്ള നിലക്ക് അവരായിട്ടൊക്കെ നമ്മൾ ബന്ധപ്പെടുമല്ലോ. വിമർശനങ്ങളൊക്കെ എങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കാറുണ്ടോ? ഞാൻ ശ്രദ്ധിക്കാറില്ല. എൻ്റെ അടുത്ത് ഈ ചെറിയ ഫോൺ മാത്രം എനിക്കറിയാം ധരിപ്പിക്കൂല. അല്ല, അത് അപൂർവമായിട്ടേ ഉണ്ടാവുള്ളൂ. മനസ്സിലായി. വല്ലാതെ സഹിക്കാൻ കഴിയാതാവുമ്പോൾ പലരും അവനിങ്ങനെ എഴുതി മറ്റവനിങ്ങനെ എഴുതി എന്നൊക്കെ പറയും. പിന്നെ ചിലരിപ്പോൾ എഴുതാൻ വേണ്ടി ആളുകളെ പൈസ കൊടുത്ത് ഏൽപ്പിച്ചതാണ്. ഇവർ എഴുത്താരെ പിടിച്ച് ചോദിച്ചു നോക്കുമ്പോൾ പറയണത് ഇന്നതിന് പ്രേരിപ്പിക്കുന്നത് 3 ആളുകളാണ്. 3 ആളുകളെ പേരും പറഞ്ഞവൻ. അപ്പം അവന് ഇത് എന്താണെന്ന് വെച്ചാൽ അവനക്ക് ഇങ്ങനെ ഇത് പ്രചരിപ്പിച്ച അവന് എന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും കിട്ടും, ജീവിക്കണ്ടേ. സംഘടിതമായിട്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഉറപ്പല്ലേ, ഒരു കൂട്ടർ അതിനു വേണ്ടി നിൽക്കുന്നുണ്ടല്ലോ. ഇത്തരം അതിനെന്താ സൈബർ അതൊന്നും പറയാലോ. അങ്ങനെ പലർക്കും പല സൈബറുകൾ പല രൂപത്തിലാണ് ഇക്കാരം. ഈ സംസ്ഥയുടെ പ്രവർത്തകരെ കൊച്ചാക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഇത്തരം കളിയാക്കലുകളൊക്കെ ഉണ്ടാകുമ്പോൾ സംസ്ഥ വളരെ സംയമനം പാലിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ കൊച്ചാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ പിന്നെ അവനക്ക് ഏതെങ്കിലും നിലക്കുള്ള ഉയർച്ച കൊടുക്കാൻ ലോകത്ത് ആർക്കും സാധിക്കൂല. അപ്പൊ അള്ള കൊച്ചാക്കണ്ടേ, അള്ള നിസ്സാരപ്പെടുത്തണ്ടേ, എന്നാൽ പിന്നെ അതിനെ മറികടക്കാൻ ആർക്കും കഴിയൂല എന്നുള്ളത് അത് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയൊരു തത്വമാണത്. ആ തത്വത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇപ്പം ഈ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധമാണ് പലപ്പോഴും കേരളത്തിൽ
ഇടതു വലത് അത് രാഷ്ട്രീയ ഞാൻ പറഞ്ഞല്ലോ, കക്ഷികളെ അതൊക്കെ ഈ ഓരോ രാഷ്ട്രീയ കക്ഷികളും ആ ബന്ധം കൊണ്ടുണ്ടാവുന്ന വിനയും അതൊക്കെ അവരാണ് വിലയിരുത്തേണ്ടത്. മനസ്സിലായില്ലേ? ഞങ്ങൾ അവരോട് മതപരമായിട്ട് ജമാഅത്ത് ഇസ്ലാമിയായിട്ട് യാതൊരു ബന്ധവുമില്ല. അവരെ എന്നും എതിർക്കണവരാണ് നമ്മൾ. ഒരാശയങ്ങളെ എതിർത്തുകൊണ്ടാണല്ലോ ഇപ്പോൾ സമസ്ത ഈ കാലഘട്ടം വരെ നിന്ന് പോയിട്ടുള്ളത്. ജമാഅത്ത് ഇപ്പൊ വഹാബ് സമസ്ത തന്നെയാണെങ്കിൽ ഇടതായിട്ടും വലതായിട്ടും ഒക്കെ തന്നെ ആഭിമുഖ്യം പുലർത്തുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സമ്പർക്കം പുലർത്തുന്നൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ പുലർത്തി വരുമ്പോൾ ഇതേ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ അത് ഞാൻ പറഞ്ഞു, സാമാന്യവൽക്കരിക്കുന്ന രീതി അല്ല, ഉണ്ടാകുന്നുണ്ട്. നമ്മൾ രാഷ്ട്രീയ പാർട്ടികളെ ഉപദേശിക്കേണ്ടവരല്ല. മനസ്സിലായില്ലേ? അവർ ഉപദേശിക്കണ പണി നമുക്കില്ലല്ലോ. പക്ഷെ നമ്മൾ പറയലുണ്ട്, നമ്മളോട് വല്ല ഉപദേശവും ആവശ്യപ്പെട്ടാൽ അത് വളരെ നല്ല ഉപദേശങ്ങളൊക്കെ നമ്മൾ നൽകുന്നുണ്ട്. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി എന്നുള്ളത് അവർക്ക് ഒരു രാഷ്ട്രീയ സംഘടന ഉണ്ട്, വെൽഫെയർ പാർട്ടി. ആ വെൽഫെയർ പാർട്ടി അവർ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു മുന്നണിയിൽ അവർക്ക് ഭാഗവെക്കാവുന്ന. അപ്പോൾ അവരെ ചില മുന്നണി കൂട്ടിയപ്പോൾ സന്തോഷത്തോടുകൂടി അവർ കേൾക്കും. അതിൻ്റെ പിന്നിൽ അവർക്ക് വേറെ ഇനി മതം പ്രചരിപ്പിക്കണം അല്ലെങ്കിൽ പ്രചരിപ്പിക്കണം എന്നുള്ള ലക്ഷ്യമുണ്ടോ ചെയ്യുന്നതൊന്നും നമുക്കറിയില്ല. അപ്പൊ ഇപ്പൊ ഒരു സാമാന്യവൽക്കരിക്കുന്ന ഒരു രീതിയെ നമ്മളൊരു ഭയത്തോടു കൂടി കാണണ്ടല്ലേ? കാരണം അവരും രാഷ്ട്രീയ പാർട്ടികളെ പോലെ അങ്ങ് വരുന്നു ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുമ്പോൾ. അത് നമുക്ക് ഭയമൊന്നുമില്ല. അവർ ഇങ്ങനെ അല്ലാതെ നിന്നിട്ട് നമ്മൾ അവരെ പേടിച്ചിട്ടില്ലല്ലോ ജമാഅത്തെ ഇസ്ലാമിനെ. ഞാൻ രാഷ്ട്രീയക്കാരായി വന്നു നോക്കാം, എന്നാലും നമുക്ക് അവരൊരു പേടിയില്ല. അല്ല, ഈ മുഖ്യധാര പാർട്ടികളൊക്കെ ഇങ്ങനെ പാർട്ടികൾ ബഹുമാനിച്ചാൽ അവർക്ക് ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ ഗുണം ഉണ്ടെങ്കിൽ അവർക്ക് അനുഭവിക്കാം, അതിന്റെ ദോഷം ഉണ്ടെങ്കിൽ അതും അനുഭവിക്കാം. ഇപ്പം സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിക്കുന്ന ഒരു സമയം പലപ്പോഴും ഇപ്പം UDF-നകത്ത് വരികയാണെങ്കിൽ മുസ്ലിം ലീഗിന് കുറച്ചധികം മുസ്ലിം കാൻഡിഡേറ്റുകൾ ഉണ്ടാകും. നേരെ കുറച്ച് CPM-ലെയും കോൺഗ്രസിലെയും മറ്റ് കക്ഷികളിലേക്കും ഒക്കെ നോക്കുമ്പോൾ അത്ര തന്നെ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ നമ്മൾ ഈ മുസ്ലിം പ്രാതിനിധ്യത്തെ കുറിച്ച് പലപ്പോഴും പറയാറുണ്ട്. അപ്പം മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ആരെങ്കിലും ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചാൽ അതിന് അത്തരം ഒരു ചർച്ചയ്ക്ക് ഇടം കൊടുക്കാതെ അടിച്ചമർത്തുകയും, എന്നാൽ NSS പോലെ SNDP പോലെ അതുപോലെ ക്രിസ്ത്യൻ സഭകളാവട്ടെ അവരൊക്കെ കൃത്യമായിട്ട് ഞങ്ങളുടെ ഇന്ന മണ്ഡലത്തിൽ ഞങ്ങളുടെ ആളെ വേണം എന്ന് പറയുകയും അല്ല, അവരെ നയമല്ലല്ലോ നമുക്കുള്ളത്, സമസ്തക്കുള്ളത്. ഇപ്പം ഇവിടുത്തെ NSS-ന്റെ മറ്റു നയമല്ലല്ലോ. നമ്മൾ ഭൗതികമായി പ്രവർത്തിക്കുന്ന സംഘടനയല്ലല്ലോ, നമ്മൾ ആത്മീയമായിട്ട് ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. പിന്നെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിലൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഓരോ പാർട്ടിക്കും ആ പാർട്ടിൻ്റെതായ നയങ്ങളുണ്ടാവും. ആ നയങ്ങളും അവർ ഉദ്ദേശിക്കുന്നതായ അവരെ വീക്ഷണങ്ങളും അല്ലെങ്കിൽ ദീർഘവീക്ഷണങ്ങളോ ഒക്കെ ഉണ്ടാവും. അതനുസരിച്ചായിരിക്കും അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. അതിന് നമ്മൾക്ക് ഇന്ന ആളെ പ്രഖ്യാപിക്കും. ഇപ്പോൾ കുറേ മുസ്ലിം സ്ഥാനാർത്ഥികൾ എന്നോട് വന്ന് പറഞ്ഞു. എന്നോട് കമ്മ്യൂണിസ്റ്റ് ആരും വന്ന് പറഞ്ഞിട്ടില്ല. എന്നോട് കുറേ കോൺഗ്രസിൻ്റെ ഒക്കെ പല മുസ്ലിങ്ങൾ വന്ന് പറഞ്ഞു. ഞാൻ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോട് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ നിർത്തണമെന്ന് പറയില്ല എന്ന് പറഞ്ഞു. നിങ്ങളൊന്നും എനിക്കറിയില്ല, പിന്നെ എങ്ങനെ നിങ്ങളെ നിർത്തണമെന്ന് അറിയാം? ഞാൻ അറിഞ്ഞാലും പറയില്ല. ഞാൻ ഇത് പറയും, ഇന്ന ആൾ ഇന്ന സ്ഥലത്തുണ്ട്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിർത്തിക്കോളി എന്ന് പറയും. അല്ലെ ഞാൻ പറഞ്ഞ് നിർത്തി നിങ്ങൾ തോറ്റാൽ എൻ്റെ നിരക്കല്ലേ കയറാം, അതെനിക്കാവില്ല എന്ന് പറയും. ഇനിയിപ്പോ സ്ഥാനാർത്ഥികളൊക്കെ താങ്കളെ കാണാൻ വരുന്നത് അതെപ്പോ കണ്ടല്ലോ, ഇപ്പൊ വന്നല്ലോ ഒരാള്, അങ്ങനെ വല്ലതും കാണാൻ വരും, അത് സ്വാഭാവികമാണ്, അതൊക്കെ നല്ലതാണ്. ഈ 100ാം വാർഷിക സമ്മേളനത്തിൽ സുന്നി ഐക്യത്തെ കുറിച്ച് താങ്കളൊരു പ്രഖ്യാപനം നടത്തി. അത് ഞാൻ നടത്തിയ സമസ്തന്റെ ഒരു തീരുമാനമാണത്, സമസ്തന്റെ മുഷാവറയിലുള്ള തീരുമാനമാണ്. അതുമായിട്ട് മുന്നോട്ട് പോകാന്നുള്ളതല്ല, അവര് പിരിഞ്ഞു പോയാലൊക്കെ തിരിച്ചു വരണമെന്ന് പറഞ്ഞല്ലോ. അതിനിപ്പോൾ ചിലർ പറഞ്ഞ് ഞങ്ങളൊന്നും പിരിഞ്ഞു പോയിട്ടില്ല എന്നാണ്. പിന്നെ ഓലിപ്പോൾ അതിന് മറുപടി പറയുമ്പോണ്ടല്ലോ, ഒരു തിരിച്ചു വരേണ്ട ആവശ്യമില്ല, ഒരിപ്പോൾ ഈ തന്നെ ഉള്ളത്. പിരിഞ്ഞു പോയവരാണ് ഞങ്ങൾ വരണം എന്ന് പറഞ്ഞത്. അപ്പൊ ചിലർ പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു പോയിട്ടില്ല, ഞങ്ങൾ നീ തന്നെ ഉള്ളത്. അല്ല, അവരെ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ അവരും വരണ്ടല്ലേ, രണ്ടായിട്ട് നിൽക്കുമല്ലേ ഇത്? അതെ, അവർ വരണം, അവരല്ലേ തീരുമാനിക്കുക, നമ്മളല്ലല്ലോ. ഇനി സംസ്ഥയുടെ ഒരു അടുത്ത പദ്ധതികളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും ഇനി സംസ്ഥയുടെ അടുത്ത പദ്ധതി? അത് അടുത്ത മുഷാവറയിൽ തീരുമാനിക്കുന്നത്. ഇപ്പം സംസ്ഥയുടെ ഒരു പുതിയ ഹൈവേ വികസനം വന്ന സമയത്ത് നമ്മുടെ നല്ലൊരു ഓഫീസ് നഷ്ടമായി. ഇപ്പോൾ താൽക്കാലികമായ സംവിധാനത്തിലാണ് ഒരു പുതിയ ഓഫീസൊക്കെ വരുമോ മാഷെ? പ്ലാൻ പാസ്സായി. ഇനി അതിന്റെ തുടർ നടപടികളുമായിട്ട് മുമ്പോട്ട് പോവാണ്. വളരെ മനോഹരമായ ഒരു ഓഫീസ്, എല്ലാ കീഴടങ്ങൾക്കും നമ്മളൊരു ഹെഡ് കേന്ദ്രമായിട്ട് അവിടെ അതിനനുസരിച്ച് ഷോപ്പിംഗ് കോംപ്ലക്സ്, അതെ മൊത്തം പറഞ്ഞല്ലോ, മുമ്പ് ചോദിച്ചല്ലോ, ഈ സമസ്ത ഇങ്ങനെ കാലങ്ങൾ മാറുന്നതനുസരിച്ച് എന്ത് ചെയ്തു. ഇപ്പോൾ നമ്മളെ ഓഫീസ് ഇനി വരാൻ പോണ ഓഫീസ് കണ്ടല്ലോ അറിയാം, നമ്മളെ സമ്മേളനം കണ്ടാലും അറിയാം, കാലത്തിനനുസരിച്ച്. മുമ്പത്തെ സമ്മേളനം മാനിക്കല്ലോ,
പഴയ കാലത്തുള്ള സമ്മേളനം എന്ന് പറഞ്ഞാൽ ഒരു മെയ്ക്കും 2 കാളും ഉണ്ടാവുള്ളൂ. പിന്നെ ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഇങ്ങനെ വികസിച്ച് വരുന്നതിനനുസരിച്ച് വികസനങ്ങൾ പലരും പറയുന്നുണ്ട്. കാരണം ഈ മൂല്യന്മാരെ സമ്മേളനം അങ്ങനെ ആവും ഞങ്ങൾ വിചാരിച്ചില്ല. എല്ലാ ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും മാതൃക. ആ ക്യാമ്പൊക്കെ തന്നെ ഭയങ്കര സംഭവമല്ലേ. ആ ക്യാമ്പിലൊക്കെ എല്ലാം പുതിയ ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്തത്. സമസ്തക്ക് ഒരു പത്രം വേണമെന്ന് പറഞ്ഞപ്പോൾ സുപ്രഭാതം വന്നു. ഒരു ചാനലിന്റെ അതിപ്രസരണം നടക്കുന്ന ഒരു കാലമാണത്. സമസ്തക്ക് ഒരു ചാനൽ വരും. ചാനൽ ഇപ്പൊ നീ ഉണ്ടല്ലോ ഇതിന്റെ ആളായിട്ട്. സുപ്രഭാത ചാനൽ എന്ന് പറഞ്ഞാൽ സമസ്ത ചാനലാണ്. അല്ല, ഒന്നുകൂടി ഒരു വേണ്ട എന്താ ഈ പറയാം, നമുക്ക് വേണ്ടമാർക്ക് ചെയ്യാം. ഈ ചാനൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചില അതിർവരമ്പുകൾ ഉണ്ടല്ലോ. ആ അതിർവരമ്പുകൾ വിട്ടുകൊണ്ട് ചെയ്യാൻ പറ്റൂല. അവിടെയാണ് ഇപ്പൊ അതിന്റെ ബുദ്ധിമുട്ട്. ഞാൻ പേഴ്സണലായിട്ട് താങ്കളൊന്നും വിചാരിക്കരുത്, താങ്കൾ പലപ്പോഴും കൈ കൊടുക്കുന്നില്ല, കൈ മുത്താൻ കൊടുക്കുന്നില്ല എന്നൊരു പരാതി പലരും ചോദിക്കുന്ന ഒരു പരാതിയാണ്. എന്നോട് പലരും പറയും എപ്പോഴെങ്കിലും താങ്കളോടൊന്ന് ചോദിക്കണം. അതൊന്നുമല്ല, ഞാനിപ്പോ ഈ വില കൂടി നിൽക്കാണ്. എൻ്റെ കൈ മുത്തിയില്ല എന്നൊക്കെ, എൻ്റെത് മുത്തി. എന്നാലും എല്ലാവർക്കും മനസ്സിലാവും ഈ റാഷിദ് ഭയങ്കര ആളാട്ടോ. ഈ തങ്ങൾ അയാളൊന്നുമല്ല, മാസ്റ്റർ വലിയ ആളാണ്, മാസ്റ്റർ മുത്തിയല്ലോ ആളുകൾ. അപ്പം ഞാൻ അത് ഇഷ്ടപ്പെടുന്നു. ഇനി കൈ മുത്തുമ്പോൾ നമ്മൾ വലുതായിട്ട് ആളുകൾ ചിത്രീകരിക്കും, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ എന്നെ വലുതായി ചിത്രീകരിക്കണ്ട. അതുകൊണ്ടാണ് ഒന്ന് കൈ പിടിച്ച് മുത്താൻ കൊടുക്കാത്തത്. മറ്റൊന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ കൈ പിടിച്ച് നല്ലതൊക്കെ തന്നെയാണ്. ആളുകൾക്ക് കൈ പിടിക്കണം, സ്വകാര്യമായിട്ടൊക്കെ ഞാൻ കൊടുക്കലുണ്ടല്ലോ. എൻ്റെ വീട്ടിൽ വന്നവർക്കൊക്കെ ഞാൻ കൊടുക്കലുണ്ട്. വീട്ടിൽ വന്ന് എന്നോട് നിങ്ങളെ കൈ ഒന്ന് മുത്തണം, അവർക്ക് മുത്താൻ കൊടുക്കലുണ്ട്. നിങ്ങളെ കൈ ഒന്ന് പിടിക്കണം എന്ന് പറഞ്ഞവർക്ക് പിടിക്കാൻ കൊടുക്കലുണ്ട്. അങ്ങനെ ഞാൻ കൊടുക്കും. അത് പരസ്യമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഇപ്പം നമ്മൾ ചെല്ലുമ്പോൾ എല്ലാവരും പറയും ഇങ്ങോട്ട് ഊതി ഊതി ഊതി. ഞാൻ പറഞ്ഞ എനിക്ക് ഊത്തറിയില്ല, ഓത്തേ അറിയുള്ളൂ എന്ന് പറയും. കിതാബ് ഏതെങ്കിലും ഇത്തറ നീക്ക് കഴിയില്ല എന്ന് പറയും. പിന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ 2-3 ആൾക്കാർ വന്നു. അപ്പോൾ അവരിങ്ങനെ അനാഥാപരാഭാഗത്ത് വരിക. എന്തിനു വന്ന് വെച്ചപ്പോൾ ഞങ്ങൾ ഇന്നലെ ഇവിടെ പള്ളിക്ക് വന്ന് കിടക്കിയെന്ന്. എന്തിനു വന്ന് വെച്ചു, 1ാമത്തെ ഊത്തിനാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു 1ാമത്തെ ഊത്തിന് വേണമെങ്കിൽ നിങ്ങൾ 3 ആളല്ലേ, ഒരാളല്ലേ ഊതുള്ളൂ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അവസാനം 3 ആളുടെ തല ഒന്നിച്ച് വെക്കി തന്നെ ഊതി വിളിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ അവസാനമായിട്ട് നമ്മുടെ ഈ പ്രവാസി സുഹൃത്തുക്കളൊക്കെ വലിയൊരു വിഷമത്തിലും പ്രയാസത്തിലും യുദ്ധം പൊട്ടിയിട്ടുണ്ട്. ശക്തമായിട്ടാണ് ഇപ്പൊ ചിലപ്പോൾ കേട്ടതനുസരിച്ച് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സമാധാനം കൊടുക്കട്ടെ. ആ പ്രവാസി ലോകത്തിൽ ഇതിൽ ചെയ്യണവരുണ്ടല്ലോ, അത് ചെയ്യിപ്പിക്കാൻ കാരണക്കാരായവരാരാണോ അവർക്കൊക്കെ അവരുടെ ശരണത്തോടൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രവാസി ലോകത്തിലെയും നമ്മളെ പ്രവാസികളെയും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് ദുആ ചെയ്യാം. നമ്മൾ അതിനുവേണ്ടി ഖുനൂത്ത് ഓതാൻ പറഞ്ഞതിന് ഒക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. ഏതായാലും ഇത്രയും സമയം വളരെ സവിസ്തരം നമ്മോട് സംസാരിച്ചത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും മോയിൻകുട്ടി മാസ്റ്ററുമാണ്. രണ്ടുപേർക്കും ഒരുപാട് നന്ദി.